മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് താരീഖിലുള്ളത്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യന് 3 വാപ്പുണ്ട് എന്നാണ്. ഒന്ന് നമുക്ക് ജന്മം നൽകിയ വാപ്പ, എൻ്റെ വാപ്പ അബൂബക്കർ മുസ്ലിയാർ സമസ്തൻ്റെ മുഫത്തിശ്ശേർന്നു. രണ്ടാമത്തത് ആദം നബി അലൈഹിസ്സലാം, മനുഷ്യകുലത്തിൻ്റെ പിതാവ്, അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. മൂന്നാമത്തെ ഒരു വാപ്പുണ്ട്, അത് ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. അത് നമ്മളെ വാപ്പ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. മില്ലത്താബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാണ്. മഹാനവറുകളാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. നമ്മൾ മുസ്ലിങ്ങൾ എന്നാണ് അറിയപ്പെടുക. ആരാ പേരിട്ടത്? ഇബ്രാഹിം നബി ഇട്ടാണ്. അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? അതിൻ്റെ മുമ്പ് നമ്മളെ പേര് ഹനീഫ് എന്നായിരുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽഅർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. വജ്ജഹ്തു വജ്ഹിയ, ഞാൻ എൻ്റെ ശരീരത്തെ നേരിടിക്കുന്നു, ലില്ലദീ, ഒരു അല്ലാഹുവിലേക്ക്, ഫത്തറ അസ്സമാവാതി വൽഅർള, അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഹനീഫൻ, ഞാൻ ഹനീഫായ നിലയിലും മുസ്ലിമൻ, മുസ്ലിമായ നിലയിലും. ആ ഹനീഫ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് നമ്മളെ പേരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം നമ്മളെ പേര് മുസ്ലിമീങ്ങൾ എന്നതാണ്. വാപ്പയാണ് നമുക്ക് പേരിട്ടത് സയ്യിദുന ഇബ്രാഹിം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന ഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാകുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് മനുഷ്യരിൽ ആദ്യമായി കല്യാണം കഴിച്ചത്. നമ്മളമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ജിദ്ദയിൽ ഹവ്വാ ബീവിയുടെ പേരിൽ ഒരു ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിലാണ് ഹവ്വാ ബീവിൻ്റെ ഖബർ ഉള്ളതെന്ന് പറയപ്പെടുന്നു. എവിടെയാണെന്നറിയില്ല. ആ ഖബർസ്ഥാനിൽ എവിടെയോ ആണ്. ആ ഖബർസ്ഥാനിന് മൊത്തത്തിൽ ഹവ്വാ ബീവിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തുനിന്നാണ് ഹവ്വാ ബീവിനെ കല്യാണം കഴിച്ചത്. പക്ഷേ ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഇണചേർന്നിട്ടില്ലെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഒന്നിച്ച് കടന്നുറങ്ങിയിട്ടില്ല. കടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ കല്യാണം കഴിച്ചതിൻ്റെ ശേഷമുള്ള ഉറക്കമുണ്ടല്ലോ, ആ ഉറക്കം ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എവിടുന്നാ ഉറങ്ങിയത്? ആ ഉറങ്ങിയത് ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് വന്ന് അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ശ്രീലങ്കയിലെ ദജ്ന എന്ന പ്രദേശത്താണ് വരുന്നത്. ജസീറത്തുൽ അറബിലെ ജിദ്ദയിലാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ വരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം ഹവ്വാ ബീവിയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. അവർ രണ്ടുപേരും കൂടി അറഫയിൽ വെച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞു, കണ്ടുമുട്ടി. അന്ന് രാത്രി മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് എങ്ങനെയാണ് ഇണചേരുക എന്ന് ആദം നബിക്കും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹക്കും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവർ ഇണചേർന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ട ഒരു ഇൽമാണ് ഇണചേരല്. ആമുഖ ഭാഷണത്തിൽ മാഷ് പറഞ്ഞതുപോലെ സത്യത്തിൽ നമ്മുടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളാരും കുടുംബജീവിതം പഠിച്ചതുമില്ല, പഠിപ്പിച്ചതുമില്ല. നമ്മളെ വിചാരം നമുക്കൊക്കെ ജന്മന അറിയുന്നതാണ്. മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം ജന്മനുണ്ട്, പക്ഷെ മനുഷ്യന് മാത്രമല്ല. നമ്മൾ സാധാരണ ഒരു നാടൻ വർത്താനം പറയുമല്ലോ, നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ട. അതെന്തേ? നീർക്കോലിക്കുട്ടി ജനിക്കണതിനെ നീന്തിങ്ങാണ്ടാണ്, പിന്നെ വേറെ പഠിപ്പിക്കേണ്ടി വരില്ല.
അത് നീർക്കോലിക്കുട്ടിക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല. നമ്മളൊരു പല്ലിനെടുത്തുങ്ങാണ്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടോക്കി നീന്തി കയറി പോവും. ഒരു പോത്തും കുട്ടിനെടുത്തുങ്ങാണ്ട് കുളത്ത് കൊണ്ടുപോയിട്ടാൽ നീന്തി കയറും. അതേ സമയത്ത് മനുഷ്യക്കുട്ടി കുളത്തേക്ക് വീണാൽ വെള്ളം എങ്ങനെ കുടിച്ചു തീർക്കാൻ പറ്റും നോക്കും, നീന്തൂല. എന്തേ കാരണം? മനുഷ്യൻ ജന്മന അങ്ങനത്തെ ഒരു കഴിവില്ല. മനുഷ്യന്റെ വിവരവും മലക്കിന്റെ വിവരവും ജിന്നിന്റെ വിവരവും വ്യത്യാസമുണ്ട്. ജിന്നിന്റെയും മലക്കിന്റെയും വിവരം ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ മലക്കിന്റെയും മനുഷ്യന്റെയും വിവരം ഒരുപോലെയല്ല. മലക്കിന് വിവരമാണുള്ളത്, മനുഷ്യന് വിവരത്തിനുള്ള വിവരമാണുള്ളത്. മലക്കിന് വിവരമുണ്ട് എന്ന് പറഞ്ഞാല് ഒരു മലക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാൻ പഠിപ്പിച്ചാല് ഖിയാമത്ത് നാള് 1-ാം തീയതി വരേക്കും ആ മലക്ക് സുജൂദിൽ അവിടെ കിടക്കും, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. എന്തിനാ ഈ സുജൂദിൽ കിടക്കണെന്ന് ആലോചിക്കും കൂടി ഇല്ല എന്നുള്ളതാണ്. കാരണം വിവരമാണ് അവർക്കുള്ളത്, വിവരത്തിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. മനുഷ്യൻ അങ്ങനെയല്ല. സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ എന്തിനാ ഇപ്പൊ സുജൂദ് ചെയ്യണതെന്ന് ആലോചിക്കും. വിവരത്തിനുള്ള വിവരമാണ് മനുഷ്യന് നൽകപ്പെട്ടത്, മലക്കിന് വിവരമാണ് നൽകിയിട്ടുള്ളത്. ഇനി മനുഷ്യന്റെയും മൃഗങ്ങളുടെയും വിവരം തമ്മിൽ വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ വിവരം 2 കാര്യം മാത്രമാണ്. ഒന്ന് അറബിയിൽ ജൽബുൽ മൻഫഅത്ത് എന്ന് പറയും, മറ്റൊന്ന് ദഫ്ഉൽ മദറത്ത് എന്ന് പറയും. ജൽബുൽ മൻഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരത്തെ കൊണ്ടുവരിക, ദഫ്ഉൽ മദറത്ത് എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തെ തടയുക. 2 കാര്യം മാത്രമാണ് മൃഗത്തിന്റെ വിവരം, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവില്ല. വിവരത്തിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരം മാത്തമാറ്റിക്സ് ആണ്, കണക്കാണ്. ഏറ്റവും ഉറപ്പുള്ള വിവരം ഒന്നൊന്നും കൂട്ടിയാൽ 2 ആവും. ഏത് കാലത്ത് കൂട്ടിയാലും 1-1 2 തന്നെയാണ് ആവുക. വിവരത്തിൽ ഏറ്റവും ഉറപ്പുള്ള വിവരമാണ് മാത്തമാറ്റിക്സ്, കണക്ക്. എന്നാൽ മൃഗത്തിന് കണക്കറിയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കൂടിയും പള്ളിയിൽ സാലിം വയസ്സിന്റെ വായതൊക്കെ ഇങ്ങനെ കേട്ടുങ്ങാണ്ട് ഇങ്ങനെ എപ്പോഴാ നിർത്താന്നാവോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണതിന്റെ ഇടയ്ക്ക് ഒരു പൂച്ചക്കുട്ടി വന്നു എന്ന് വിചാരിക്കുക. ഒരു പൂച്ചക്കുട്ടി നിർത്തല് 2 മണിക്കാണ് കേട്ടോ, ഞാൻ ഇപ്പൊ തന്നെയാണ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജുമാന്റെ ആശല്ല സുന്നത്ത് നിസ്കരിക്കാത്തവരുണ്ട്, ഒരു നിസ്കരിച്ചിട്ട് ഞാനടക്കം നിസ്കരിച്ചിട്ട് വേണം പോകാൻ. അതാണ്. അപ്പൊ 1 മണിക്കൂറാണ് പ്രസംഗം, 1 മണിക്കാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് സ്വീപ്പായി ഇരിക്കണ്ട. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കണതിന്റെ ഇടയിൽ ഒരു പൂച്ച വന്നു എന്ന് വിചാരിക്കാം, ഒരു പൂച്ചക്കുട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പള്ളിയിൽ പിന്നെ പൂച്ചക്ക് കയറാലോ. അപ്പൊ ഒരു പൂച്ച വന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പൂച്ചയും കൂടി വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 2 പൂച്ചയാണ് ഇപ്പൊ വന്നത്. ദേശം കഴിഞ്ഞപ്പോ കണ്ടുകൊണ്ട് ഒരു പൂച്ചയും കൂടിയും വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 3 പൂച്ചയാണ് വന്നത്. പക്ഷെ പൂച്ചക്ക് മനസ്സിലാവില്ല 3 പൂച്ചയാണെന്ന്, കാരണം പൂച്ചക്ക് കണക്കറിയില്ല. മൃഗത്തിന്റെ വിവരവും മനുഷ്യന്റെ വിവരവും വ്യത്യാസമുണ്ട്. മൃഗങ്ങളുടെ വിവരം 2 കാര്യത്തിലേക്ക് ചുരുങ്ങും. ഒന്ന് ജൽബുൽ മൻഫഅത്ത്, ഉപകാരം കൊണ്ടുവരലും. 2 ദഫ്ഉൽ മദറത്ത്, ഉപദ്രവം തടയലും. സർക്കസിലെ ആന സല്യൂട്ട് അടിച്ച് കാണിക്കും, എന്തിന്? പനമ്പട്ട കിട്ടാന്. ജൽബുൽ മൻഫഅത്ത്, ഉപകാരം കൊണ്ടുവരിക. രണ്ടാമത്തത് ഉപദ്രവം തടയാം. മൃഗം അങ്ങോട്ട് ആനയെന്ന് പറയുമ്പോ അങ്ങോട്ടുക്കും, ഇങ്ങോട്ട് ആനയെന്ന് പറയുമ്പോ അങ്ങോട്ടുക്കും. എന്താ കാരണം? ചെവിക്ക് കൊളത്താങ്കോലുകൊണ്ടുള്ള കൊളത്ത് കിട്ടാതിരിക്കാൻ. ദഫ്ഉൽ മദറത്ത്. ജൽബുൽ മൻഫഅ എന്ന ഉപകാരം കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്കും ദഫ്ഉൽ മദറ എന്ന ഉപദ്രവം തടയുക എന്നതിനപ്പുറത്തേക്കും മൃഗത്തിന്റെ വിവരം പോവില്ല. ഏത് വിവരങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളെ. ഒരു പൂച്ചയെ നായ പിടിക്കാൻ വരികയാണെന്ന് വിചാരിക്കുക. ഒരു പൂച്ചയെ നായ പിടിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ പൂച്ച വേഗം ഏതെങ്കിലും മരത്തിന്റെ മേലെ കയറിയിട്ട് സുരക്ഷിതമായിരിക്കും. ഒരു നായ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ വരട്ടെ എന്നിട്ട് നോക്കാലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. എന്താ കാരണം? ദഫ്ഉൽ മദറത്ത് എന്ന ഉപദ്രവത്തെ തടയുന്നതിൽ മനുഷ്യന്റെ മുമ്പിലാണ് മറ്റു ജീവികൾ. അതാണ് ഓല് മേലെ കയറിയിട്ട് വേഗം സുരക്ഷിതമായതിന്റെ കാരണം. അതേസമയത്ത് മനുഷ്യന് വിവരത്തിനുള്ള വിവരം നൽകപ്പെട്ടിട്ടുണ്ട്, ഓന് പഠിച്ചുണ്ടാക്കിയിട്ട് വേണം. ലോകത്തെ എല്ലാ ജീവികളും ജനിക്കുമ്പോഴുള്ള ഭാഷയിൽ തന്നെയാണ് മരിക്കോളം സംസാരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, 3 വയസ്സായിട്ട് പഠിച്ചുണ്ടാക്കിയിട്ട് വേണം വർത്താനം പറയാൻ. ഒരു ഉമ്മ ഒരു കുട്ടിനെ പ്രസവിച്ചാല്, ഒരാട് ഒരു കുട്ടിയെ പ്രസവിച്ചാല്
ഈ ആടും കുട്ടി അല്പസമയം അവിടെ കിടന്നിട്ടൊന്ന് വിശ്രമിക്കും, പിന്നെ സ്വന്തമായിട്ട് എഴുന്നേൽക്കും, പിന്നെ കാലൊക്കെ ഒന്ന് കൊടയും, അപ്പൊ ചിലപ്പോ ഒന്ന് മറിഞ്ഞു വെക്കും, രണ്ടാമതും എഴുന്നേൽക്കും, കാലൊക്കെ ഒന്ന് കുടഞ്ഞു ഉഷാറാക്കിയിട്ട് ഉമ്മയുടെ അകട്ടിൽ പോയി സ്വന്തമായി മുലകുടിക്കും. മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ വേറെ ആളുടെ സഹായം വേണം, അല്ലാതെ നടക്കൂല. അതുകൊണ്ട് മനുഷ്യൻ ഒരു കാര്യവും ജന്മന വിവരമില്ല, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ്.